RSP ദേശീയ സമ്മേളനത്തിന് ഇന്ന് ദില്ലിയിൽ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകും. കേരള ഘടകം UDF-നൊപ്പം നിൽക്കുന്നതും ദേശീയതലത്തിൽ കോൺഗ്രസിനോട് കൈക്കൊള്ളേണ്ട നയസമീപനം സംബന്ധിച്ച കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാകും. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ പറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി സഖ്യം വേണ്ടെന്നും ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുക എന്നതുമാണ് ദേശീയതലത്തിൽ RSP നിലവിൽ തുടരുന്ന രാഷ്ട്രീയ നയം. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് കേരള ഘടകം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത്. ഈ നിലപാടിനെതിരെ പശ്ചിമബംഗാളിലുൾപ്പെടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ വിമർശനമുയർന്നിരുന്നു. ദേശീയ സമ്മേളനത്തിൽ വെച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടിരുന്നത്. 3 ദിവസങ്ങളിലായി ദില്ലിയിൽ ചേരുന്ന ദേശീയ സമ്മേളനത്തിൽ കേരള ഘടകത്തിന്റെ നിലപാട് ചർച്ചയാകും. കേരളത്തിൽ UDF-നൊപ്പം തുടരണമെങ്കിൽ ദേശീയ സമ്മേളനത്തിന്റെ അനുമതി വേണം. ദേശീയതലത്തിൽ കോൺഗ്രസിനോടുള്ള സമീപനവും സമ്മേളനം വിശദമായി ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ പറഞ്ഞു. നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞാൽ ശക്തമായ 2 ചേരികൾ ഈ പാർട്ടിയിലുണ്ട്. കോൺഗ്രസിനോടുള്ള പാർട്ടിയുടെ സമീപനത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇതുവരെ RSP കൈക്കൊണ്ടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് കേരള പാർട്ടി സ്വീകരിച്ചത്. അങ്ങനെ ഒരു സമീപനം വേണമെങ്കിൽ അതിന് ദേശീയ സമ്മേളനത്തിൻ്റെ അംഗീകാരം വേണം. അല്ലാതെ ഒരു സ്റ്റേറ്റ് യൂണിറ്റിന് മാത്രമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഭരണഘടനമായ സ്വാതന്ത്ര്യമില്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. ദേശീയതലത്തിൽ BJP നേരിടാൻ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. റിപ്പോർട്ടർ, ദില്ലി.